നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ചെറിയാൻ ഡൽഹിയിൽ നിന്നും, എന്റെ സുഹൃത്ത് ബോബി കുഞ്ഞ് നാട്ടിൽ നിന്നും, പൊന്നീർക്കുളത്ത് നിന്നാണ് അദ്ദേഹം. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാർലമെന്റിൽ ഭരിക്കുന്നവർ അക്കൗണ്ടബിൾ ആണോ എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ പൊതുവെ അക്കൗണ്ടബിലിറ്റിയുടെ സീസണാണ്. ജെൻസി സർക്കാർ അക്കൗണ്ടബിൾ ആകണോ എന്ന് പറയുന്നു. പാർലമെന്റിലെ MP-മാര് ഒക്കെ പറയുന്നത് മന്ത്രിമാർ ഭരിക്കുന്നവർ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആകണം. അവർ സ്ഥിരമായി വന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഞാൻ 10 വർഷം പാർലമെന്റ് കവർ ചെയ്തിട്ടാണ്. ഞങ്ങൾക്കൊക്കെ മസ്റ്റ് ഗോ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ ഫ്രൈഡേ സാധാരണ രാവിലെ വന്ന് 1 മണിക്കൂർ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ ആൻസർ, പ്രൈം മിനിസ്റ്ററിന്റെ താഴെയുള്ള SC/ST മിനിസ്ട്രികൾ, സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഒക്കെ അതിന്റെ ആൻസർ അദ്ദേഹം തന്നെ നേരിട്ട്, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ രാജീവ് ഗാന്ധിയും നരസിംഹറാവും ഒക്കെ നേരിട്ട് എണീച്ച് നിന്ന് അവർ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ മെമ്പേഴ്സിന് മറുപടി കൊടുക്കും. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് എല്ലാം വരികയോ ഒക്കെ ചെയ്യും. അതായത് ഒരു പ്രൈം മിനിസ്റ്റർ തന്റെ പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹം ശരിക്കും താൻ ഭരിക്കുന്ന, നേരിട്ട് ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ അക്കൗണ്ടബിലിറ്റി, അതായത് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചിട്ട് വരണം, എന്നാലേ ആൻസർ പറഞ്ഞാൽ അതിന്റെ ഓറൽ ക്വസ്റ്റ്യൻസിന്റെ സപ്ലിമെന്ററീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ നരേന്ദ്രമോദി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പാർലമെന്റിൽ വരുന്നത് തന്നെ വളരെ വളരെ കുറച്ച് സമയം മാത്രമാണ്. അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗം അത് മിക്കവാറും പൊളിറ്റിക്കലായിരിക്കും. എന്തെങ്കിലും പോളിസി മാറ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്കണോമിക്കയോ വേറെ എന്തും അദ്ദേഹം നേരിട്ട് ഭരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതെങ്കിലും വിഷയത്തിനെ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രസംഗം എന്റെ ഓർമ്മയിലില്ല. അതാരെങ്കിലും ഓർമ്മയിലുണ്ടെങ്കിൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ഒന്ന് കാണിക്കുന്നത് ഈ പ്രൈം മിനിസ്റ്ററുടെയും ഭരിക്കുന്ന മന്ത്രിസഭയുടെ അക്കൗണ്ടബിലിറ്റിയുടെ കാര്യമാണ്. പക്ഷെ ഇത് ഞാൻ കേൾക്കുന്നിടത്തോളം ഇത് ഇപ്പോൾ ഭരിക്കുന്ന ഈ മോഡി ഷാ ദ്വോക്ക് അല്ലെങ്കിൽ ഈ 2 പേർക്ക് ഇതൊന്നും പുതുമയില്ല. കാരണം വെച്ചാൽ അത് ഇവർ 25 വർഷം ഗുജറാത്ത് നിയമസഭയിൽ ഇത് പ്രാക്ടീസ് ചെയ്തതാണ്. ഗുജറാത്ത് നിയമസഭയെ ഇപ്പോൾ പാർലമെന്റിനെ അവരാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റാമ്പ് പോലെ ആക്കി ഓപ്പോസിഷനെ മാർജിനലൈസ് ചെയ്ത് ആണ് അവർ ഭരിച്ച നേതാക്കളായി പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ ആയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അവരെ മാറ്റുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ അക്കൗണ്ടബിലിറ്റി എത്ര ക്രൂഷ്യലാണ് ബോബി ഇതിനകത്തൊക്കെ, നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ക്രൂഷ്യലാണ് ഈ അക്കൗണ്ടബിലിറ്റി ടു പാർലമെന്റ് എന്ന് പറയുന്നത്? ഇതില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാനുണ്ട്. ഒന്ന്, നമ്മൾ ഫോർ ഓൾ പ്രാക്ടിക്കൽ പേർപ്പസസ് നമ്മളെ ഇന്ത്യൻ ഡെമോക്രസി, പാർലമെന്ററി സിസ്റ്റം നമ്മൾ പറയുന്നത് നമ്മൾ വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ ആണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിരിക്കുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. UK ശരിക്കും ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല, അവർ ട്രഡീഷണൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഈ വെസ്റ്റ്മിനിസ്റ്റർ മോഡലിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റ്മിനിസ്റ്റർ മോഡൽ മാത്രമല്ല എല്ലാ റിപ്പബ്ലിക്കിലും ഡെമോക്രസികളിലും ഉള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എക്സിക്യൂട്ടീവ് ഹാസ് ടു ബി ആൻസറബിൾ ടു ദ ലെജിസ്ലേച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായി വോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ പ്രധാനമന്ത്രി ആരാണെന്ന് നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP, മുഖ്യമന്ത്രിയെ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നത് നമ്മളെ അസംബ്ലിയിലും പിന്നെ പാർലമെന്റും ലോക്സഭയും അസംബ്ലിയിലേക്കുള്ള റെപ്രസെന്റേറ്റീവ്സിനെയാണ് നമ്മൾ നേരിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മളോട് അക്കൗണ്ടബിൾ ആവണം. അവരോടാണ് പ്രധാനമന്ത്രി ആൾക്കാർ അക്കൗണ്ടബിൾ ആവുന്നത്. ഇതാണ് അതിന്റെ ഒരു ബേസിക് ലോജിക്ക്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാല് ആൾക്കാർ മര്യാദക്കാരായിരിക്കും എന്നുള്ള ഇതില്. കാരണം അംബേദ്കറിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യു ഗിവ് the best people the worst constitution, they can do wonders with it, and you give the worst people
the best constitution and they'll still screw it up. അപ്പോ ഐ എം ജസ്റ്റ് പാരഫ്രേസിങ്. അപ്പൊ അതിന്റെ ഒരു ഇതില് തന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അവര് എന്താ പറയാ അവര് ചുമതലകൾ അവരെ ഓബ്ലിഗേഷൻസ് എല്ലാവരും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പാർലമെന്ററി പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പൊ നിയമം അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ മുഴുവനും കാരണം നിയമസഭയിൽ കയറി കഴിഞ്ഞാൽ പാർലമെന്റ് ലോക്സഭയിലോ രാജ്യസഭയിലോ കയറി കഴിഞ്ഞാൽ സ്പീക്കറും ചെയർമാനുമാണ്. അവിടെ പ്രധാനമന്ത്രി അല്ല ദ ഹയസ്റ്റ് ഒഫീഷ്യൽ. ലോക്സഭയിൽ കയറി കഴിഞ്ഞാൽ ദ ഹയസ്റ്റ് ഒഫീഷ്യൽ ഇസ് ദ സ്പീക്കർ. അതുകൊണ്ടാണ് സ്പീക്കർ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ഉണ്ടാവും. അപ്പൊ ഒരിക്കൽ സ്പീക്കർ ആയി കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും ഒരിക്കൽ സ്പീക്കർ ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ന്യൂട്രൽ ആയിരിക്കണം. അയാൾ ഏത് പാർട്ടിയിൽ നിന്ന് വേണമെങ്കിലും വന്നിട്ട്. പക്ഷെ അയാള് ഒരിക്കലും എന്താ പറയാ പാർട്ടീസിനായിട്ട് ലോക്സഭയിലോ അസംബ്ലിയിലോ ബിഹേവ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ചട്ടം. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഓം പ്രകാശ് ബിർളയുടെ കേസിലൊക്കെ നമ്മൾ കാണുന്നത് കാരണം ഈ സ്പീക്കർ പദവി ഇന്ത്യയിൽ വളരെ വളരെ വലിയ ആൾക്കാർ ലോക്സഭ സ്പീക്കേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്. ഈവൻ ദോ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഭരിച്ചിട്ടില്ലെങ്കിലും സ്പീക്കർ പദവി അവര് എടുത്തിട്ടുണ്ട്. അപ്പൊ ആൻഡ് ദെൻ ഹി ഹാഡ് ഫോളിംഗ് ഔട്ട് ആൻഡ് ഓൾ. ബട്ട് അതല്ല ഞാൻ പറയുന്നത്. അത് ആ ഫോളിംഗ് ഔട്ട് തന്നെ അയാൾ ന്യൂട്രലായി നിന്നുകൊണ്ടുള്ള ഒരു ഫോളിംഗ് ഔട്ട് ആയിരുന്നു. അപ്പൊ ഒരു എന്താ പറയാ അപ്പൊ ഇതിന്റെ ഒരു ചരിത്രം തന്നെ ഉണ്ട്, ന്യൂട്രലായി നിൽക്കുന്ന ചരിത്രമുണ്ട്. അപ്പോൾ അപ്പൊ ഞാൻ തിരിച്ചു വരുന്നത് അപ്പോ എന്താണ് ഒരു പ്രധാനമന്ത്രിയോ മന്ത്രിയോ ചുമതല, എന്താണ് പാർലമെന്റിൽ നടക്കുന്നത്? ഒന്ന് നിയമം ഉണ്ടാക്കുന്നു. നിയമം ഉണ്ടാക്കുക മാത്രമല്ല എന്ത് പോളിസിയോ സർക്കാർ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഫോറമാണ്. ആ ചോദ്യങ്ങൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഒരു ചോദ്യം അത് റിട്ടേൺ ആയിട്ട് ക്വസ്റ്റ്യൻ അവറിലാണെങ്കിൽ അത് 10 ദിവസം മുമ്പ്, അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇത് കവർ ചെയ്ത ആളാണ്, ഒരു മാസം മുമ്പ് കൊടുക്കണം. അത് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റേ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അത് പ്രോസസ് ചെയ്ത് അതാത് മിനിസ്ട്രിക്ക് കൊടുക്കും. എന്നിട്ട് ആ മിനിസ്ട്രി അതിന് റിപ്ലൈ ഇത് ചെയ്തിട്ട് ആ മിനിസ്ട്രി അവിടെ റിപ്ലൈ ചെയ്ത് തരികയാണ്. പിന്നുള്ളത് നമ്മള് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, പിന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം 0 hour എന്നുള്ളതാണ്. 0 hour എന്നുള്ള പേര് വരുന്നതന്നെ 12 മണി തൊട്ടിട്ടാണ് ഇത് തുടങ്ങുന്നത്. 0 hour എന്ത് ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് അന്ന് രാവിലെ സ്പീക്കറുടെ ഓഫീസിന് കൊടുത്താൽ മതി. അത് ഈ എമർജൻസി ഇപ്പൊ അന്ന് പിള്ളേരെ അടിച്ച പോലത്തെ എമർജൻസിയിലാണ് നമ്മൾ 0 hour ചോദ്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ ആ ചോദ്യങ്ങൾ സ്പീക്കറിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് എന്ത് ചോദ്യങ്ങൾ. അപ്പൊ അത് സ്പീക്കർ ഒരു ന്യൂട്രൽ സ്പീക്കർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ ചർച്ച തന്നെ എടുക്കാം, ഈ ന്യൂട്രൽ സ്പീക്കർ ആണെങ്കിൽ ഒരു വലിയ കാര്യമാണ്. സ്റ്റുഡൻസിനെ പോലീസുകാർ അടിക്കുകയും പെലറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ലാത്ത പെലറ്റ്സ് യൂസ് ചെയ്യും, ഇതൊക്കെ വലിയ കാര്യമാണ്. അതായത് ഹോം മിനിസ്ട്രിയുടെ അടിയിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ആ ചോദ്യം ആര് ചോദിച്ചാലും അത് ഡിസ്കസ് ചെയ്യാൻ സ്പീക്കർ പറയേണ്ടത് നമ്മൾ ഇതിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ആ ക്വസ്റ്റ്യൻ ഹോം മിനിസ്റ്റർക്ക് അയച്ചിട്ട് അത് അമിത്ഷാ തന്നെ ആവണമെന്നില്ല, കിരൺ റിജിജു ആരെങ്കിലും അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരായി. പക്ഷെ ഇവരെ പ്ലേ ബുക്ക് അതല്ല, ഇവരെ പ്ലേ ബുക്ക് ഇത് സ്പീക്കറിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ശ്രീ ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റും ഫോം ചെയ്തതിനു ശേഷം സ്പീക്കർ എന്ന പദവി തന്നെ അവരെ ഒരു തരത്തിൽ പറഞ്ഞാല് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. സ്പീക്കറിന്റെ ഓഫീസിന്റെ പാർലമെന്റിന്റെ അവരെടുത്തേക്കുന്ന അവർ സ്പീക്കർ എന്നതിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇങ്ങനെ 2 ആൾക്കാരാണ്. സാധാരണ ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്പോസിഷനിൽ നിന്നായിരിക്കും, ഓപ്പോസിഷൻ ബെഞ്ചിൽ നിന്നാണ്. അങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്യുന്നത് അവർ. അങ്ങനെ ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ അവർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഓപ്പോസിഷനിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് വരും എന്നുള്ള അതൊരു സംഗതിയേ ഇല്ല. അതുപോലെ നമ്മൾ കണ്ടതാണ് വൈസ് പ്രസിഡന്റ് ജാഖർ എന്തുകൊണ്ട് പെട്ടെന്ന് രാജിവെക്കേണ്ടി വന്നു. അതിപ്പോഴും മിസ്റ്ററി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഡൽഹിയിൽ പറയുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി, അതാണ് അദ്ദേഹത്തിന് പോകാനുള്ള കാരണം. അതായത് അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് അഡ്ജുഡിക്കേഷൻ ഓഫ് ബിസിനസ് ഓഫ് ദ ഹൗസ് അവരെ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നം കൂടെയാണ് ഈ അക്കൗണ്ടബിലിറ്റിയുടെ
അക്കൗണ്ടബിലിറ്റി, ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി പോകുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സ്പീക്കറിന് മാത്രമല്ല പാർലമെന്റിനെ വരെ അവർ സീരിയസ് ആയി എടുത്തിട്ടില്ല. അവർക്ക് പാർലമെന്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ പറയുന്ന കാര്യങ്ങളെ റബ്ബർ സ്റ്റാമ്പ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അപ്പൊ പാർലമെന്റിൽ അവർക്കെതിരെ ഒരു സ്പേസ് വരുന്നുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് അറ്റൻഡ് പാർലമെന്റ്. പ്രധാനമന്ത്രി ഒരു ചോദ്യവും ഇന്ന് വരെ, നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ചോദ്യം ഇന്ന് വരെ ഈ പ്രധാനമന്ത്രി ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ, അത് പ്രസ് കോൺഫറൻസിലാണെങ്കിലും അയാൾ ആകെ നടത്തിയിട്ടുള്ള പ്രസ് കോൺഫറൻസ് ഉണ്ട്, അതിലാണെങ്കിലും അല്ലെങ്കിലും അമിത്ഷായാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പാർലമെന്റ് മാത്രമല്ല, ഇത് ഇഫ് യു ആക്ച്വലി ലുക്ക് അറ്റ് ദ കൾച്ചർ ഓഫ് ദിസ് ഗവൺമെന്റ്, അവർക്ക് എവിടെയും മറുപടി തരാൻ അവർക്ക് ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റ് വൺ വേ സ്ക്രിപ്റ്റ് ആയിരിക്കണം. ഈ ജെൻസി പ്രൊട്ടസ്റ്റിൽ തന്നെ അവർക്ക് ഈ ഭയം വരാൻ കാരണം അത് വൺ വേ പ്രൊട്ടസ്റ്റ് ഇല്ലാതെ പോയതാണ്, അല്ല വൺ വേ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയതാണ്. അല്ലെങ്കിൽ മൻ കി ബാത് അയാൾ വന്നിട്ട് റേഡിയോയിൽ അയാൾ പറഞ്ഞ ആരും ചോദ്യം ചോദിക്കുന്നില്ല. പ്രസ് കോൺഫറൻസ് ഇന്നേ വരെ നടത്തിയിട്ടില്ല, ഒരു പ്രസ് കോൺഫറൻസ് അല്ല, അതും അമിത്ഷായാണ് സംസാരിച്ചത്. ഇന്റർവ്യൂ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അക്ഷയ് കുമാർ വന്നിട്ട് നിങ്ങൾ മാങ്ങ മുറിച്ചാൽ തിന്നുക നേരെ തിന്നുക എന്ന് ചോദിക്കുന്ന ഇന്റർവ്യൂസ് ആണ്. അപ്പൊ ഇവർക്ക് മൊത്തം they do not want to communicate, they do not want question. അപ്പൊ എനിക്കിതിൽ ഭയങ്കര തമാശയായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കഴിഞ്ഞ 20 ദിവസം ഒപ്പോസിഷൻ അമിത്ഷാ പാർലമെന്റിൽ വരണം, ഞങ്ങൾക്ക് മറുപടി തരണം എന്ന് പറയുന്ന ഈ 20 ദിവസവും അമിത്ഷാ പാർലമെന്റിലുണ്ട്. അയാളെ ചേംബറിലുണ്ടെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്, അയാൾ പാർലമെന്റിലുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇയാൾക്ക് നോർത്ത് ബ്ലോക്കിൽ ഇയാൾ ഓഫീസിൽ ഇരുന്നാൽ പോലെ, ഇയാൾ ഇതിനാ കഷ്ടപ്പെട്ടിട്ട് പാർലമെന്റ് അറ്റൻഡ് ചെയ്യുന്നില്ല. പാർലമെന്റ് ചേംബേഴ്സ് ഉള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ അതിന് ഇവിടെ ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസും റിസർച്ച് അസിസ്റ്റൻസും ഇവർക്ക് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് അതിനൊരു ഓഫീസാണ് പാർലമെന്റ് ചേംബർ. ഇവിടെ ഇരുന്നിട്ടല്ല അയാൾ ഹോം മിനിസ്റ്ററിന്റെ പണിയെടുക്കുന്നത്. പിന്നെ ഇയാൾ എന്തിനാണാവും ചേംബറിൽ വന്നിരുന്നത്? അലങ്കരിക്കാനോ? വീട്ടിൽ നിന്ന് പണിയെടുത്തൂടെ? ദാറ്റ് ഇസ് വെരി ഫിഷി. കാരണം ഇയാൾ 20 ദിവസം പാർലമെന്റിൽ വന്നു എന്ന് പറയുന്നത് തീരെ ശരിയല്ല. അപ്പൊ ഇയാൾ 20 ദിവസം പാർലമെന്റിൽ വന്നു, ഇയാൾ മറുപടി കൊടുത്തില്ല. ഇനി ഇയാൾ പറയുന്ന ഞാൻ പറയാം എങ്ങനെ ഡിബേറ്റ് നടന്നു. ഇയാളല്ലല്ലോ പറയേണ്ടത്, ചോദ്യമുള്ളത് ഒപ്പോസിഷനാണ്, ഇയാളല്ലല്ലോ അത് ഡിക്റ്റേറ്റ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ നരേറ്റീവ് എപ്പോഴും ഇവരെ കയ്യിലിരിക്കണം. അത് പാർലമെന്റിൽ മാത്രമല്ല, അതാണ് പ്രസ് കോൺഫറൻസും കൊടുക്കാതെ, ഇതെല്ലാം നരേറ്റീവ് അവരെ കയ്യിലിരിക്കണം. അപ്പൊ ഇന്നും ഇയാൾ ഇതൊക്കെ പറഞ്ഞ ഇന്നും അമിത്ഷായും മോദിയും ഇന്ന് പാർലമെന്റിലുണ്ട്. ഇന്നും എനിക്ക് തോന്നുന്നില്ല അവർ മറുപടി കൊടുക്കും. ദേ വിൽ ഗ്യാസ് ലൈറ്റ് യു. ഇതുവരെ ഗ്യാസ് ലൈറ്റ് ചെയ്ത പോലെ തന്നെ ഗ്യാസ് ലൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. മറുപടി ഈ സർക്കാരിനെ എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഇവരൊരിക്കലും മറുപടി കൊടുക്കാൻ സാധ്യതയില്ല. ഈ ചോദ്യങ്ങൾക്ക് കാര്യമായിട്ട് മറുപടി കിട്ടേണ്ട ചോദ്യമാണ്. ആ മറുപടി ആർക്കും കിട്ടാനും പോകുന്നില്ല. ആരാണ് അന്ന് കുട്ടികളെ അടിക്കാൻ ഓർഡർ കൊടുത്തത്? ആരാണ്? രാഹുൽ ഗാന്ധി ആ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ശരിക്കും ചോദിച്ചിട്ടുണ്ട്. ആരാണ് പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിക്കാൻ അനുമതി കൊടുത്തത്? ചിലപ്പോൾ അമിത്ഷാ ആയിരിക്കില്ല. ആരാണെങ്കിലും അത് ആരാണെന്ന് പറയും. രാഹുൽ ഗാന്ധി അതിനൊരു ട്വിസ്റ്റും കൊടുത്തു. അയാൾ പറഞ്ഞു അത് ഇയാളാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇയാളെല്ലാം കൊടുത്തിട്ടുള്ള, ഇയാൾ അറിയാതെയാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് ഇൻകോമ്പിറ്റന്റ്. അപ്പൊ എന്തായാലും അത് ഇതൊരു catch-22 സിറ്റുവേഷൻ ആണ്.